സെഷൻസ് ജഡ്ജിക്ക് മുന്നിൽ വിചിത്ര ന്യായവുമായി ജാർഖണ്ഡ് പോലീസ്. തൊണ്ടി മുതലായി സൂക്ഷിച്ച കിലോ കണക്കിന് കഞ്ചാവ് എലി കരണ്ടു എന്ന് കോടതിയിൽ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു അവരിപ്പോൾ. കേസിൽ വാദം തുടങ്ങാൻ വൈകിയതും കാലങ്ങളോളം തൊണ്ടി മുതൽ സ്റ്റേഷനിൽ കെട്ടിക്കിടന്നതും പോലീസിന് പാരയായി. അർജുൻ പീതാംബരൻ ചേർന്നു. ഗുഡ് മോർണിംഗ് അർജുൻ. ഏതായാലും ഈ എലിയൊക്കെ കഞ്ചാവ് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ആ എലിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ശരിക്കും എലി തന്നെ കൊണ്ടുപോയതായിരിക്കുമോ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. 10 കിലോ കഞ്ചാവും 9 കിലോ ബാങ്കും കൈവശം വെച്ചു എന്നുള്ള കുറ്റത്തിനാണ് 2018 ഡിസംബറിൽ ശംഭു ശർമ്മയും മകനെയും അറസ്റ്റ് ചെയ്യുന്നത് ജാർഖണ്ഡിലെ ധൻബാദ് പോലീസ്. ഈ കേസ് അന്വേഷണം പൂർത്തിയായി അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ വർഷങ്ങളോളം സമയമെടുത്തു. ഇക്കഴിഞ്ഞ ദിവസമാണ്, ഒരാഴ്ച മുൻപാണ് ഈ കേസിൽ വിസ്താരം കോടതിയിൽ ആരംഭിച്ചത്. അങ്ങനെയാണ് പോലീസിനോട് ഈ തൊണ്ടി മുതൽ അല്ലെങ്കിൽ തെളിവ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി സെഷൻസ് ജഡ്ജി ആവശ്യപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി പോലീസ് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. അതായത് ഈ തൊണ്ടി മുതൽ അഥവാ കഞ്ചാവ് 10 കിലോ കഞ്ചാവും 9 കിലോ ബാങ്കുമാണ് ഇത് എലി തിന്നുപോയി എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഉള്ള കേസുകളുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടി മുതൽ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ കേസ് തന്നെ തള്ളിപ്പോവും. ആ ഒരു ഡിഫൻസ് തന്നെയാണ് ഈ പ്രതിഭാഗം വക്കീൽ കോടതിയിൽ എടുത്തിരിക്കുന്നത്. അതായത് തൻ്റെ കക്ഷി അവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസെന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്, വ്യാജ കേസ് ചമച്ച് അവരെ കുടുക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോടതിയിൽ ഇപ്പോൾ വക്കീൽ വാദിച്ചിരിക്കുന്നത്. തൊണ്ടി മുതൽ ഹാജരാക്കാൻ സാധിച്ചില്ലെങ്കിൽ കേസ് തള്ളിപ്പോകുമെന്നുള്ള ഒരു സ്ഥിതി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ 10 കിലോ കഞ്ചാവും 9 കിലോ ബാങ്കും എലി തിന്നുപോയി അല്ലെങ്കിൽ അത്രയും കൊല്ലം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ച് വെച്ചത് കൊണ്ടാവാം. തീർച്ചയായിട്ടും ഇപ്പോൾ കോടതിയിലാണെങ്കിൽ പോലും പ്രോപ്പർട്ടി റൂമിൽ കാലങ്ങളോളം ഇത്തരത്തിൽ തൊണ്ടി മുതൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ എലി കൊണ്ടുപോയിരിക്കാം. പക്ഷെ നമ്മുടെയൊക്കെ നിയമ സംവിധാനത്തിൽ ഇത് ഏത് എലിയാണ് കൊണ്ടുപോയതെന്ന് കണ്ടുപിടിക്കേണ്ട അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.